ഹായ് ഓൾ. അപ്പോൾ എന്ന് സ്വന്തം പുണ്യാളം കണ്ടു. മഹേഷ് മാധവാണ് ഡയറക്ടർ. പുള്ളിയുടെ ഡെബ്യൂ മൂവിയാണെന്ന് തോന്നുന്നു. അർജുൻ അശോകൻ, അനശ്വര രാജൻ, ബാലു വർഗീസ് ഇവരൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. പടത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു പുതുമയില്ലാത്ത ഒരു ആവറേജ് പടം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പള്ളി, പുണ്യാളൻ, പൊന്നും കുരിശ്, കള്ളൻ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് കണ്ട സിനിമകൾ ഓർമ്മ വരും. അപ്പോൾ അതിൻ്റെ അതേ പാറ്റേണിൽ പോകുന്ന ഒരു സിനിമയാണിത്. അതുകൊണ്ട് യാതൊരു പുതുമയില്ല ഇത് കാണുമ്പോൾ. പിന്നെ ഇതിനകത്ത് ഫസ്റ്റ് ഹാഫിലെ അനശ്വരരാജൻ്റെയും ബാലു വർഗീസിൻ്റെ പെർഫോമൻസ് വളരെ മോശം. കാരണം കഴിഞ്ഞ ദിവസം രേഖാചിത്രം കണ്ടപ്പം അനശ്വരരാജൻ്റെ പെർഫോമൻസിനെ ഒരുപാട് പൊക്കി പറഞ്ഞാണ് ഞാൻ. പക്ഷേ ഇതിൻ്റെ അകത്തോട്ട് വരുമ്പോൾ ഇത്രയും മോശം പെർഫോമൻസ് ഞാൻ അടുത്തൊന്നും കണ്ടിട്ടില്ല. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഉറപ്പിക്കലായിരുന്നു. അതിൻ്റെ അകത്ത് കോമഡി ആകെ വർക്കൗട്ട് ആയിട്ട് അൽതാഫ് സലീമിൻ്റെ കോമഡി നമ്പേഴ്സാണ്. അതല്ലാതെ വേറെ ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല. സെക്കൻഡ് ഹാഫിലാണ് അർജുൻ അശോകൻ എൻട്രി വരുന്നതും പിന്നെ പടം ഒന്ന് ക്ലച്ച് പിടിക്കും. പിന്നെ ക്ലൈമാക്സ് ആകുമ്പോഴത്തേക്കും ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ട്വിസ്റ്റോടുകൂടി പടം അവസാനിക്കും. അപ്പം നിങ്ങൾക്കൊരു കോമഡി പടം കാണണമെന്ന് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ തിയേറ്ററിൽ പോയി ഡെഫിനറ്റ് ആയിട്ട് കാണാം. ഒരു ആവറേജ് പടം കണ്ടിരിക്കാൻ പറ്റുന്നൊരു മൂവിയാണ്. അതല്ലാതെ ഐ വുഡ് റെക്കമെൻഡ് ഫോർ OTT റിലീസ്. കാരണം പ്രത്യേകിച്ച് ഒരു വൗ ഫാക്ടറും തരാത്തൊരു മൂവി. അത് ഒരു ഡെബ്യൂ ഡയറക്ടറിൻ്റെ മൂവിയാണ്. അതുകൊണ്ട് തന്നെ പല പ്രോബ്ലംസും ഉണ്ട്. ഡയറക്ഷനിൽ പ്രോബ്ലംസ് ഉണ്ട്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റിംഗിൽ പ്രോബ്ലം ഉണ്ട്, മ്യൂസിക് അത്ര സെറ്റ് ആയിട്ടില്ല, സിനിമറ്റോഗ്രഫി, എഡിറ്റിംഗ്, അവിടെയൊക്കെ പല മിസ്റ്റേക്ക് ഉണ്ട്, കണ്ടിന്യൂറ്റി മിസ്റ്റേക്സ് ഒരുപാടുണ്ട്. പക്ഷേ ഇന്നലെ കൂടി ഓവറോൾ കാണുമ്പോൾ ഓക്കെ, ഒരു ആവറേജ് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടം എന്ന രീതിയിൽ ഓക്കെയാണ്. അപ്പം നിങ്ങളെല്ലാവരും പടം കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.